ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു 40 പേർക്കുള്ള മുട്ടക്കറിയുടെ റെസിപ്പി കാണാം കേട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 4 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ചേർത്തു. അതിനുശേഷം നല്ലോണം മൂപ്പിക്കുക. അതായത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ലോണം കൈ വിടാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 10 പച്ചമുളകോളം കീറിയിട്ടാണ് നമ്മൾ ഇട്ടെടുക്കുക. വേണമെങ്കിൽ അരച്ചിട്ടും ചേർക്കാം. അതിലേക്ക് നമ്മളിവിടെ ഒരു 3 കിലോ സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം മുടഞ്ഞ പരുവത്തിലാവണം. സവാള ഒരു പാതി വേവാകുമ്പോൾ അതിലേക്കൊരു 4 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതാട്ടോ നമ്മളെ ഷെഫ്. അങ്ങനത്തെ ഫേസൊക്കെ കാണിക്കാൻ കുറച്ചൊരു മടിയുള്ള ടൈപ്പാട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളേ. അപ്പോഴേക്കും നമ്മളുടെ സവാള ഇവിടെ വെന്ത് ഒരു പരിവായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഇവിടെ ചേർക്കുന്ന ഗരം മസാല കേട്ടോ. ഗരം മസാല ഒന്ന് ഓവർ ഇടണ്ട, അപ്പോൾ അതിൻ്റെ ഒരു ചവർപ്പ് സ്മെല്ല് വരും. അതിലേക്ക് പിന്നെ ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂണോളം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ പച്ചവെള്ളം അതിൽ ഒഴിക്കുകയും ചെയ്ത് ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് അത്യാവശ്യം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എരിവിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മല്ലിച്ചപ്പിടുക. ഇതിപ്പോൾ ഒഴിക്കുന്നത് തേങ്ങയുടെ ആദ്യത്തെ പാലാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു 3 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാകുമ്പോഴാട്ടെ ഈ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. പിന്നെ അപ്പോഴേക്കും നമ്മളിവിടെ ഒരു 40 മുട്ടകൾ നമ്മളിവിടെ വേവിക്കാൻ വെച്ചിരുന്നു. അത് ഇതേപോലെ ഓരോന്നായിട്ട് തോടൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടക്കറിയിലേക്ക് നമ്മൾ ഈ പൊളിച്ച മുട്ട കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ കറിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇതേ അപ്പം നമ്മളുടെ മുട്ടക്കറിയുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ അത്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ മുളകും വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഒന്ന് വറവിട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പാർട്സിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ തോന്നുന്നുണ്ടെങ്കിൽ വെറൈറ്റി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തേക്കണേ.